ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവസാനത്തെ ചികിത്സയല്ലേ ധൂമ ചികിത്സ. ധൂമ ചികിത്സ. ആ ചികിത്സ നടക്കുന്ന സമയത്ത് അവൻ ഒറ്റയ്ക്കായിരിക്കും. ആ തക്കം നോക്കി നീ കേറി അവനെ ശ്വാസം മുട്ടിച്ചങ്ങ് കൊല്ല. ശരിയെങ്കിലേ. നമസ്കാരം. പ്രേമചന്ദ്രന്റെ കോള് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്കിട്ട് കൊടുക്കുന്ന പണിയെക്കുറിച്ച് ഞാൻ നമ്മുടെ സഹപ്രവർത്തകരായിട്ട് ഡിസ്കസ് ചെയ്തു. ഓ, എന്നിട്ട് മറ്റു ചിലർക്ക് കൂടി പണം കൊടുക്കേണ്ടി വരും. SSLCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുകയും അത് മന്ത്രിയുടെ തലയിൽ വെക്കുകയും വേണം. എല്ലാവർക്കും കൂടി ഞാൻ എന്ത് തരണമെന്ന് പറഞ്ഞാ മതി. അത് ഞാനങ്ങ് തന്നേക്കാം. അത് ഞങ്ങളെല്ലാരും കൂടെ ആലോചിച്ചിട്ട് വിളിച്ചു പറയാം. ഓക്കെ, ശരി. ശരി സാർ. എന്തായാലും ഈ കഥയിലെ ശകുനി ഞാൻ തന്നെ. ഉഷസന്ധ്യ, പ്രാതസന്ധ്യ, ത്രിസന്ധ്യ. ത്രിസന്ധ്യയോടെയാണ് നമ്മുടെ ചികിത്സകളെല്ലാം ആരംഭിക്കുന്നത്. മൃത്യുഞ്ജയ ഹോമം കഴിഞ്ഞാൽ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് ഞാൻ പ്രതാപന്റെ മുറിയിൽ പ്രവേശിക്കും. ചികിത്സയും തുടങ്ങും. ഞാൻ അവിടെ പൂജയും ചികിത്സയും തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ഹാളിൽ കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ മുന്നിലിരിക്കുന്ന മഹാദേവനെ നന്നായി പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, മനസ്സുരുകി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകളിലാണ് പ്രതാപന്റെ ജീവൻ നിലനിൽക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് ചികിത്സ നീങ്ങുന്നത്. ധാര, ഒഴിച്ചിൽ, നാഡീ ചികിത്സ, മർമ്മ ചികിത്സ, കർമ്മ ചികിത്സ, ഒടുവിൽ ധൂമ ചികിത്സ. അത്യന്തം അപകടകരമായ ചികിത്സയാണ് ഈ ധൂമ ചികിത്സ. ധൂമ ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും പറയുന്ന ഒരു ചികിത്സാ മാർഗമാണ്. ഔഷധ സസ്യങ്ങൾ കത്തിച്ചുണ്ടാക്കുന്ന ഔഷധധൂമം, മെഡിക്കേറ്റഡ് സ്മോക്ക് ശ്വസിപ്പിക്കുന്ന രീതിയാണ് ഈ ചികിത്സ. പച്ച, ഹരിതകി, ഗുഗുലു, കർപ്പൂരം, സാമ്പ്രാണി, കുറുന്തോട്ടി, ആടലോടകം, നിലപ്പന ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ ഉണക്കിപ്പൊടിച്ച് മൺപാത്രങ്ങളിൽ വെച്ച് കത്തിച്ച് പുകയുണ്ടാക്കും. ചികിത്സ നടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം മഹാമൃത്യുഞ്ജയ മന്ത്രമാണ്. അത് ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം. ഇതാണ് ആ മന്ത്രം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമോക്ഷിയ മാമൃതാത്. മരണബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം. അപ്പൊ ത്രിസന്ധിയോടെ നമുക്ക് ഈ പൂജ തുടങ്ങാം. ആ മോനെ. അങ്ങളെ, ഇവിടെ വലിയ ചികിത്സകളൊക്കെ നടക്കാൻ പോവാ. ഇതൊന്നും കൊണ്ട് അവന്റെ രോഗം ഭേദമാവാൻ പോകുന്നില്ല. പക്ഷേ ഈ തക്കത്തിന് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അതെന്താ മോനെ, നിന്റെ അമ്മയ്ക്ക് വർമ്മ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
പക്ഷേ അവൻ ജീവിച്ചിരുന്നാൽ അത് നിനക്കാപത്താം. ആ അത് ശരിയാ. ചികിത്സാ പിഴവ് കൊണ്ട് അവൻ ചത്തു എന്ന് നമുക്ക് വരുത്തി തീർക്കണം. ഹ, അവസാനത്തെ ചികിത്സയല്ലേ ധൂമ ചികിത്സ. ആ ധൂമ ചികിത്സ. ആ ചികിത്സ നടക്കുന്ന സമയത്ത് അവൻ ഒറ്റയ്ക്കായിരിക്കും. ആ തക്കം നോക്കി നീ കേറി അവനെ ശ്വാസം മുട്ടിച്ചങ്ങ് കൊല്ല. ആ ശരി അങ്കിളെ. ഡാ, ആരായിരുന്നടാ ഈ സമയത്ത്? അത് എന്റെ ഒരു ഫ്രണ്ടാ. പത്മേ, ഈ ഔഷധക്കൂട്ടുകളെല്ലാം മുറിയുടെ പല ഭാഗത്തായിട്ട് കൊണ്ടുവയ്ക്കണം. എടുത്തോ. പത്മേ, ഞാൻ പുറത്തേക്ക് പോകാൻ പറയുമ്പോൾ മാത്രമേ നീ പുറത്തേക്ക് പോകാവൂ. അതുവരെ പ്രാർത്ഥനയോടെ നിന്നോളണം. ശരി. എന്റെ ദൈവമേ, ഇവൻ ഉണരല്ലേ?